എല്ലാ സുഖങ്ങളെയും ഓർത്താൽ ഒരന്തവുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ പേര്, എന്റെയും നിങ്ങളുടെയും പേര് പള്ളിയുടെ മൈക്കിലൂടെ വിളിച്ചു പറയുന്ന ആ ഒരു ദിവസത്തെ പറ്റി, ഇന്നയാളുടെ മകൻ ഇന്നയാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ ഇന്ന് പലരുടെയും പേരുകൾ വിളിച്ചു പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ പല കമന്റുകളും നമ്മൾ പറയാറുണ്ട്. ഇത്രാം വീട്ടിൽ, ഇന്ന കുടുംബത്തിൽ ഇന്നയാളുടെ മകനാണെന്ന് നമ്മൾ പറയും. ചിലപ്പോൾ ആ വ്യക്തിയെ കുറിച്ച് നല്ല അഭിപ്രായം രേഖപ്പെടുത്തും, ചിലപ്പോൾ ആ വ്യക്തി നേരത്തെ പോകേണ്ട ആളായിരുന്നു എന്ന് നമ്മൾ പറയും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു വിളിച്ചു പറയപ്പെടൽ നമ്മുടെ പേരിന്റെ വിഷയത്തിലും ഉണ്ടാവാൻ പോകുന്നുണ്ട്. നമ്മെ കാണാനും ആളുകൾ നമ്മുടെ വീട്ടുമുറ്റത്തും പരിസരത്തും നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള റോഡിന്റെ വഴിയോരങ്ങളിലുമൊക്കെ ഇങ്ങനെ വാഹനങ്ങൾ നിർത്തിയിടും. ഒരു നോക്ക് നമ്മുടെ മുഖമൊന്ന് കാണാൻ. നമ്മെ കുളിപ്പിക്കും, കഫൻ പൊതിയും. അന്ന് വരെ നമ്മൾ കേറിയിട്ടില്ലാത്ത, കേറാൻ ഇന്നും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആ സന്തൂക്ക് എന്ന് പറയുന്ന വാഹനത്തിൽ എടുത്തു വെച്ച് ആരൊക്കെയോ നമ്മളെ കുളിപ്പിക്കും. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആരാണ് ആദ്യമായി കുളിപ്പിച്ചതെന്ന് നമുക്കറിഞ്ഞൂടാ. നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോഴും ആരാണ് ഇനിയും നമ്മെ കുളിപ്പിക്കുന്നതെന്ന് പറയാൻ നമുക്ക് ഗ്യാരണ്ടിയില്ല. പ്രിയപ്പെട്ടവരെ, സന്തൂക്കിൽ എടുത്തു വെച്ച് ആരുടെയൊക്കെയോ തോളിലേറ്റി ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവരും. ഇത് ഓർക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. കുറച്ചൊന്നുമല്ല, ഓർത്താൽ ഒരന്തവുമില്ലാത്ത എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെ പറ്റിയുള്ള ചിന്തകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്.